2012 മുതൽ ഈ ഉള്ളവൻ ഒരു ത്രോട്ട് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. ശബ്ദമൊക്കെ നിന്നുപോയ കാലങ്ങളുണ്ട്, ബ്ലഡ് ഒമിറ്റ് ചെയ്ത സമയങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറേയേറെ സർജറികൾ നടക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഇന്നും ശരീരത്തിൽ അതിൻ്റെ സെല്ലുകൾ ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനു വേണ്ടി പോകുന്നില്ല. കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, പരിശോധനകളോ മെഡിസിനോ എടുക്കുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ക്യാൻസറുകൾക്ക് എൻ്റെ ശരീരത്തെ ബാധിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ എൻ്റെ ഉള്ളിലെ നിത്യപ്രത്യാശയെ ബാധിക്കാൻ ഈ ലോകത്തിലെ ഒരു രോഗാണുക്കൾക്കും കഴിയുകയില്ല, ഒരു ക്യാൻസറിനും കഴിയുകയില്ല. കർത്താവ് എൻ്റെ ഉള്ളിൽ പകർന്നൊരു പ്രത്യാശയുണ്ട്. എളിയവൻ അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതിനെ വിട്ട് ഈ ലോകത്തിൽ ഒന്നുമായി ആര് കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എതിർത്തപ്പോൾ സ്നാനജലത്തിലേക്ക് നയിക്കപ്പെടാൻ അമ്മയെടുത്ത തീരുമാനം, അതാ ഇന്ന് എളിയവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയോട് ഞാൻ ഈ വചനത്തിൻ്റെ വെളിപ്പാട് പോയി പങ്കുവച്ചു. എൻ്റെ അമ്മ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് ഓർക്കുമ്പോൾ എനിക്ക് ജലസിയാന്ന് പറഞ്ഞു, അസൂയാന്ന് പറഞ്ഞു. അതെന്നാ മോനെ ചോദിച്ചു. എല്ലാവരും എതിർത്തു. വീട്ടിൽ കേട്ടത്തില്ലെന്ന് പറഞ്ഞു, ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു, ബന്ധുക്കളെ കല്യാണങ്ങൾക്ക് വിളിക്കത്തില്ല, എല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ കല്യാണങ്ങൾക്ക് വിളിക്കത്തില്ല, ഒന്നിനും അടുപ്പിക്കത്തില്ല. എന്നിട്ടും നിന്നു. അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി പാസ്റ്ററെ, അറിഞ്ഞ പ്രത്യാശയ്ക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളങ്ങ് പെടഞ്ഞ് വികസിച്ചു. എൻ്റെ അമ്മ മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് അമ്മമാര്, 100 കണക്കിന് അപ്പന്മാര്, 100 കണക്കിന് സഹോദരങ്ങള് നാടും വീടും വിട്ട്, ജാതീയ ബന്ധനങ്ങളെ വിട്ട്, അവർക്ക് ആശ്രയിക്കാനുണ്ടായിരുന്ന, മുറുകെ പിടിക്കാനുണ്ടായിരുന്ന പലതിനെയും വിട്ട് കർത്താവിനെ അറിയാൻ, സ്നാനജലത്തിലേക്ക് നയിക്കപ്പെടാൻ ഒക്കെ എടുത്ത ചില തീരുമാനമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഈ വിശുദ്ധ തിരുവെഴുത്ത് ചുമക്കുന്നത്, ഞാനും നിങ്ങളും ഇത് കൊണ്ട് നടക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയല്ല. എൻ്റെ പ്രിയരെ, ഞാനും നിങ്ങളും ഇത് ചുമക്കുന്നത്. ഇതങ്ങോട്ട് ഓർത്തപ്പോ എൻ്റെ പൊന്നെ, ഇത് കളഞ്ഞിട്ടാണോ ഞാൻ മുമ്പേ പറഞ്ഞ കക്ഷിയുടെ പുറകെ പോകുന്നത്? ഇത് കളഞ്ഞിട്ടാണോ ഞാൻ മുമ്പേ പറഞ്ഞ ഏർപ്പാടിന് വേണ്ടി ഞാൻ പോകുന്നത്? ഇത് കളഞ്ഞിട്ടാണോ ഞാൻ മണ്ണിന്റെയും പെണ്ണിന്റെയും പൊന്നിന്റെയും പുറകെ പോകണ്ടേ? ഇതങ്ങോട്ട് ഓർത്തപ്പോ അംബാനി എവിടെ കിടക്കുന്നു, അദാനി എവിടെ കിടക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അവൾ പാർക്കുന്നത് ഒരു കൊച്ചു കൂരയ്ക്കകത്തായിരിക്കും. വീടിന്റെ വലിപ്പം 400 സ്ക്വയർ ഫീറ്റേ ഉണ്ടാവുകയുള്ളൂ. വലിയ മട്ടുപ്പാവൊന്നും ഉണ്ടാകുകയില്ല. ആരാധിക്കുന്നത് അത്ര വലിയ രസമില്ലാത്ത ആലയത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ കർത്താവിന് വചനം പറയുക, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന പ്രിവിലേജ്. നമുക്കാവശ്യമായ ദൂതുകൾ, ആലോചനകൾ കർത്താവിൻ്റെ ആത്മാവിന് ഇതിൽ നിന്നുകൊണ്ട് തരുവാനായിട്ടുണ്ട്. ആകൽ പ്രാർത്ഥനയോടെ, കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വചനങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ഒന്നാണ് കർത്താവിൻ്റെ വചനം. നമ്മൾ നന്നായി പാടി കർത്താവിനെ ആരാധിച്ചു, അന്യഭാഷകൾ പറഞ്ഞു. തുടർന്ന് കുറച്ച് സമയം നമ്മുടെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. കയ്യടിയേക്കാൾ, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ, അന്യഭാഷയേക്കാൾ പ്രാധാന്യം ഒട്ടും കുറച്ച് കളയരുത് വചനത്തിന്. നമ്മൾ ആ ചെയ്തതൊക്കെ പ്രാധാന്യമുള്ളതാണ്. അതിനേക്കാൾ ഒരു പടി കൂടെ പ്രാധാന്യമുള്ള ഒന്നാണ് കർത്താവിൻ്റെ വചനം. ദൈവത്തോളം തന്നെ ആളത്വമുള്ള, ദൈവത്തോളം തന്നെ ബലമുള്ള, ദൈവനിശ്വാസീയമായ വചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതീവ ഗൗരവത്തോടും ശ്രദ്ധയോടും കൂടെ ദൈവത്തിനെ ചുറ്റാകെ നമുക്കായിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കാൻ അറിയാവുന്ന എല്ലാവരും, വിശുദ്ധ ബൈബിൾ കയ്യിലുള്ള എല്ലാവരും പുസ്തകങ്ങൾ തുറന്നേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം എടുത്തോ.
ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 6. എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. മതി. അവസാനത്തോളം മുറുകെ പിടിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. അവസാനത്തോളം എപ്പോ വരെ? അവസാനത്തോളം മുറുകെ പിടിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒരു 4-5 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യം എല്ലാം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പ്രിയരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടാണ് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. സ്തോത്രം. അവസാനത്തോളം മുറുകെ പിടിക്കേണ്ട കാര്യം ഒന്നുകൂടെ പറഞ്ഞേ. അവസാനത്തോളം. എന്ത് അവസാനം? ഏതിൻ്റെ അവസാനം? എന്തിൻ്റെ അവസാനം? 2 അവസാനത്തെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നുണ്ട്. ലോകാവസാനം, ജീവാവസാനം. 2 അവസാനങ്ങളാണ്. ലോകാവസാനം, ജീവാവസാനം. 2 അവസാനങ്ങളെ കുറിച്ച് ബൈബിളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രാത്രി ഞാൻ പറയാൻ പോകുന്നത് ദൈവമക്കളെ മാത്രം ബാധിക്കുന്ന ഒരവസാനമുണ്ട്. അവസാനം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനം എന്നുകൂടെ ചേർത്തോണം. ദൈവജനത്തെ മാത്രം ബാധിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ടവരെ മാത്രം ബാധിക്കുന്ന ഈ ഭൂമിയിൽ നിന്നുള്ള ഒരവസാനമുണ്ട്. അത് ഉൽപ്രാപണമെന്ന് പറയാം, പുനരുദ്ധാനമെന്ന് പറയാം. റാപ്ചറെന്നോ പുനരുദ്ധാനമെന്നോ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഒന്നുകിൽ പുനരുദ്ധാനം അല്ലെങ്കിൽ ഉൽപ്രാപണം. മരിച്ച വിശുദ്ധന്മാർക്ക് പുനരുദ്ധാനവും ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരവും നൽകുന്ന ദൈവിക ഉൽപ്രാപണ വ്യവസ്ഥിതി. തൻ്റെ അരികിലേക്ക് തൻ്റെ ജനത്തെ ചേർക്കുന്ന, വീണ്ടെടുക്കപ്പെട്ടവരെ മാത്രം ബാധിക്കുന്ന അവസാനം. 2ാമത്തെ അവസാനം എൻ്റെ നിങ്ങളുടെ മയ്യത്ത് ഇവിടുന്ന് എടുക്കുന്ന അവസാനം. മനസ്സിലാകുന്നു? 2 അവസാനം. ഈ 2 അവസാനത്തിൽ ഏതാ ആദ്യം സംഭവിക്കുന്നതെന്ന് റോബിൻ പാസ്റ്റർക്കും അറിയത്തില്ല, ശിവ പാസ്റ്റർ എനിക്കും അറിയത്തില്ല. ഇവിടെ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസനും അറിയില്ല, ഈ കീബോർഡ് പ്ലേ ചെയ്യുന്ന മക്കൾക്കും അറിയില്ല, ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനും അറിയില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല ഇതിലേത് അവസാനമാണ് ആദ്യം സംഭവിക്കാൻ പോകുന്നതെന്ന്. അറിയാമോ? ഈ രാത്രി കർത്താവിൻ്റെ വരവ് സംഭവിച്ചുകൂടായികയില്ല. അപ്പോൾ തന്നെ നമ്മുടെ മരണം ഈ രാത്രി ഉണ്ടാകാം. സംഭവിച്ചുകൂടായികയില്ല. ഇത് പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് രാത്രി വീട് വരെ തിരികെ ചെല്ലുമോ? യാതൊരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയില്ല, യാതൊരു വാറണ്ടിയില്ല. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടേത്. യാതൊരു ഉറപ്പുമില്ലാത്ത ജീവിതമാണ്. ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ഇതിൽ 2ൽ ഏത് വേണമെങ്കിലും സംഭവിക്കാം. ഇതിൽ 2ൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ മുറുകെ പിടിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. മനസ്സിലാകുന്നോ? ഈ പറയപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം. ഇതിൽ 2ൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്നവരും മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളാണ് എൻ്റെ പ്രിയരോട് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. സ്തോത്രം. മറന്നു പോകരുത്, ഓർത്തിരുന്നോണം. പേനയോ പേപ്പറോ വല്ലതുകൊണ്ട് എഴുതി വെച്ചോണം. സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ ഇതൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ 1 അവസാനം വരെ മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ അവസാനം ഞാൻ കൂടെ പറയും. 2 അവസാനം ഓർമ്മയിൽ വന്നോണം. ഏതൊക്കെയാണ്? കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൽ പറഞ്ഞ 2 അവസാനമാണ് ലോകാവസാനം, ജീവാവസാനം. നമ്മളെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത് കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം. 2ൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ. 1 പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കണം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കണം. എപ്പോ വരെ? ഏതവസാനം വരെ? ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, മരണം വരെ, അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ്, കർത്താവിന്റെ മേഘങ്ങളിലെ പ്രത്യക്ഷത വരെ. അതൊക്കെ കഴിഞ്ഞു പോയെന്നൊക്കെ ചിലരൊക്കെ പഠിപ്പിക്കുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, ആ ഭാഗങ്ങളിലേക്കൊന്നും മാറുന്നില്ല.
കർത്താവ് എനിക്ക് നൽകിയ വചന വെളിപ്പാടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിച്ചിരിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സ്തോത്ര. സമയബന്ധിതമായ കൂട്ടായ്മയാണ് നമ്മുടെ മുൻപിൽ. അതുകൊണ്ട് ആ സമയങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാവുന്ന, ധ്യാനിക്കാവുന്ന അത്രയും ഭാഗം ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും നമുക്ക് ചെയ്യണം. സ്തോത്ര. 2 വാക്യങ്ങളുടെ വേഗത്തിൽ വായിക്കാമോ? 1 തെസ്സലോനി 4:13, എബ്രായർ 10:23, എബ്രായർ 10:35. 3 വാക്യങ്ങൾ. 1 തെസ്സലോനി 4:13, 1 Thessalonians chapter 4 verse 13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 10:23 വാക്യം കാണാപ്പാടാണല്ലോ. മക്കളെ, ഇരുന്ന് എവിടെയും പാസ്റ്റങ്ങൾ പെശക അടിച്ച് ചന്തിയിലെ തൊലിയെടുക്കും. ഇവിടെ ഇരുന്നോണം. ഇനി ഓടി നടന്നോണ്ടല്ലോ, ഞാൻ പിടിച്ച് കൂടയ്ക്കകത്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ഇരുന്നോണം. എബ്രായർ 10:23, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. 10:35 വാക്യം. തൊട്ടിപ്പുറത്തോട്ട് പേപ്പർ മറിച്ച്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കണ്ടോ? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒന്നാമത് മുറുകെ പിടിക്കേണ്ടത് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിച്ചുകൊള്ളണം. വിട്ടുകളയേണ്ട ഒന്നിനെയും പിടിക്കരുത്, പിടിക്കേണ്ട ഒന്നിനെയും വിട്ടുകളയുകയും വരുത്. വളരെ ശാന്തമായിട്ട് ചിന്തിക്കത്തുള്ളേ. ഒന്നാമത് എനിക്ക് ചില ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പാസ്റ്റർക്ക് അറിയാമെന്ന് തോന്നുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇച്ചിരി പതിയൊക്കെ നിൽക്കത്തുള്ളൂ. പണ്ട് കുറച്ചുകൂടെയൊക്കെ ചാടുകയും ഓട്ടുകയും ബഹളമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ശരീരം അനുവദിക്കുന്നില്ല. സ്തോത്രം. എങ്കിലും എൻ്റെ ആരാധന പേഴ്സണൽ പ്രയറിലൊക്കെ തുള്ളുകയും ചാടുകയും മറിയൊക്കെ ചെയ്യാറുണ്ട്. സ്തോത്രം. പക്ഷെ വചന ശുശ്രൂഷയിൽ കുറച്ച് ശാന്തമായിട്ട് ഈ കാലങ്ങളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, എന്നോടൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണം. വിട്ടുകളയേണ്ട ഒന്നിനെയും പിടിക്കരുത്, പിടിക്കേണ്ട ഒന്നിനെയും. പിള്ളേരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഭാഷയുണ്ട്, പഴമക്കാരുടെ ഭാഷയിൽ. ഇപ്പോൾ ഭാഷ മാറി. ഈ ന്യൂ ജനറേഷനൊക്കെ ആയപ്പോഴത്തേക്ക് ന്യൂ വേഴ്സുകളുമായി, അല്ലേ? സ്തോത്രം. അതിലൊന്നാണ് വള്ളിക്കെട്ട്. കേട്ടിട്ടില്ലേ? പിള്ളേർക്കൊക്കെ അറിയാം. അഭിപ്രായമുള്ളവർ ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. വള്ളിക്കെട്ട്. എന്നിട്ട് പറയും ഏണി വെച്ചും കയറി സ്തോത്രം. ശ്രദ്ധിച്ച്, ഏണി വെച്ചൊക്കെ ഒരു പിടിക്കുമെന്ന് പറയും. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യല്ലേ? വേണ്ടാത്ത ഒരു സാധനത്തേലും കയറി പിടിക്കരുത്. എന്താപ്പാ ഈ വേണ്ടാത്ത സാധനം എന്ന് പറയുന്നത്? ആത്മീക ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കേണ്ട അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ പിറകോട്ട് കൊണ്ടുപോകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വിൺമയനായ കർത്താവ് മൺമയനായി മാറിയത് മൺമയരായ നമ്മെ വിൺമയരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മോട്, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നമ്മോട്, സ്തോത്രം, നമ്മളെ എങ്ങനെയെങ്കിലും വീണ്ടും ജഡമയന്മാരാക്കി മാറ്റാൻ, ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം, ജഡമയന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നമ്മുടെ ഫ്ലഷിനോട്, ജഡത്തോട് പോരാടുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അങ്ങനെ പാസ്റ്റർ, ഞങ്ങളിൽ പോരാടുന്ന കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാതിരി എന്ന് പറയരുത്. എൻ്റെ ചില നിസാര ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. നിങ്ങൾ വിശപ്പുള്ളവരാണോ? ഈ ചക്കരകളുടെ ഇരിപ്പ് കണ്ടിട്ട് വിശപ്പും ദാഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങോട്ടൊക്കെ മാറാമോ ബ്രദർ? കുഴപ്പമില്ലല്ലോ. സ്തോത്രം. വിശപ്പില്ല. കൊച്ചൻ, നിനക്ക് വിശപ്പൊന്നും ഇല്ലടി? ഉണ്ട്, വിശപ്പുണ്ട്. സ്തോത്രം. മക്കളെ, വിശപ്പുണ്ടോടാ? വിശപ്പ് വല്ലതും കഴിക്കൂ? ഉണ്ട്. സ്തോത്രം. ഇതിനകത്തേക്ക് പ്രായമുള്ളവർക്ക് വിശപ്പുണ്ടോ? ദാഹമുണ്ടോ? അങ്ങളെ ദാഹമുണ്ടോ? അങ്ങളെ ദാഹമുണ്ട്. ഉറക്കമുണ്ടോ? നമുക്ക് ഇന്ന് രാത്രി ഇവിടെ ആരും ഉറങ്ങാത്തതുകൊണ്ട് സ്തോത്രം, ഉറക്കമുണ്ട്. ഇതെല്ലാം ആത്മാവിൻ്റെ സംഗതിയാണോ? ഈ ഫ്ലഷിൻ്റെ ജഡത്തിൻ്റെ സാധനങ്ങളാണോ?
ഇനി എണ്ണി പറയാൻ ഒത്തിരി ഉണ്ട്, അത്രയും ഞാനങ്ങ് നിർത്തിയതാ. ജഡത്തിൻ്റെതാ. ശരിയാണോ? സമ്മതിക്കുന്നേ? സ്തോത്രം. ദൈവോന്മുഖമായി നമ്മെ ഒരുക്കിയെടുക്കുവാൻ, രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുമ്പോൾ, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്കതിനായി നൽകിയിരിക്കുമ്പോൾ, ജഡമയന്മാരായ മൺമയന്മാരായ നമ്മെ ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, ദൈവീക രക്ഷണ്യ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി തൻ്റെ പുത്രനും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ പരമയാഗമാക്കി തീർത്ത പിതാവായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം. അതെനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഭാഗമായി നമ്മൾ മാറിക്കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പൂർണ്ണതയുള്ളവരായി, പെർഫെക്ഷൻ ഉള്ളവരായി എന്ന് പറയാൻ പറ്റത്തില്ല. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എനിക്കും നിങ്ങൾക്കും നടക്കാത്തിടത്തോളം കാലം, ഇച്ചിരി സിമ്പിളായിട്ടാണ് പറയുന്നത്, സ്തോത്ര, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും നടക്കാത്തിടത്തോളം കാലം വീണ്ടും നമ്മെ ജഡമയന്മാരാക്കി മാറ്റാൻ, മൺമയ തുല്യമായ അനുഭവങ്ങളിൽ കുടുക്കിക്കളയാൻ നമ്മുടെ ജഡത്തോട് പോരാടുന്ന ഇതര ദുഷ്ടമണ്ഡലങ്ങളുടെ വ്യാപാരങ്ങളുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അത് മറക്കരുത്. ഈ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും കയ്യടിയും പ്രസംഗവും ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം. വീണ്ടും നമ്മൾ വിട്ടുപോകുന്ന ചിലതിലേക്ക് കുടുങ്ങി തോറ്റുപോകാതെ, എനിക്കും നിങ്ങൾക്കും മുൻപിൽ വച്ചിരിക്കുന്ന ഭാഗ്യകരമായ ചില അനുഭവങ്ങളിൽ നിന്ന് പിടിവിടാതെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാട്ടുകാരനായ ഒരപ്പച്ചൻ ഒരു പാട്ടുപാടി താന് പുല്ലാട് വഴി സ്തോത്രം മണൽപ്പുറത്തുകൂടെ ഇങ്ങനെ പണ്ടത്തെ ശീലക്കുടയും ചൂടി വരുമ്പോൾ, ആറിൻ്റെ മറുകരയിൽ നിന്ന്, പമ്പാ നദിയുടെ മറുകരയിൽ നിന്ന് ഒരു സ്ത്രീ കുളിക്കുന്നു. നാട്ടിൽ അത്ര നല്ല പേരില്ലാത്ത ഒരു ലേഡി കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഉപദേശി ഇങ്ങനെ ശീലക്കുടയൊക്കെ ചൂടി ഒരു നട്ടുച്ച നേരത്ത് നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ സ്ത്രീക്കൊരു രസം കയറി. അവളെ വിളിച്ചു, കൈകൊട്ടി വിളിച്ചു, ഉപദേശി ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോ, അല്ല ഞാൻ അങ്ങോട്ട് വരാം. സ്തോത്രം. ആ ലേഡി ആരാകുമെന്ന് നിങ്ങൾക്ക് ന്യായമായി ചിന്തിക്കാം. സ്തോത്രം. ആരും അങ്ങനെ ഇച്ചിരി മാന്യതയുള്ള പുരുഷന്മാർ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ശബ്ദം കേട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ താൻ തൻ്റെ ശീലക്കുട വേഗം മറച്ച് കാലുകൾ ആഞ്ഞു പറക്കി വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ പാടിയ പാട്ടാണ് മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ എന്ന ശീലവിൽ വരുന്ന വരി. ആദ്യത്തെ വരി ഏതാണെന്നറിയാമോ? വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്നു ജഡിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ മരിക്കുമോ വത്സല. പ്രതിമാണിക്കും വെടിയുകില്ല മണ്ണെ, പ്രതിമാണിക്കും വെടിയുകില്ല. ജഡത്തിന്റെ സുഖം ആസ്വദിച്ചിട്ട് പോകുവാൻ ഉപദേശിയപ്പച്ചനെ കൈകൊട്ടി വിളിച്ചപ്പോൾ ഉപദേശിയപ്പച്ചൻ കാലുകൾ നീട്ടി പറക്കി വെച്ച് നടന്നുകൊണ്ട് പാടുകയാ. വെള്ളത്തിന്റെ കുമിള പോലെ. വെള്ളത്തിന്റെ കുമിള എത്ര നേരം നിൽക്കും കർത്താവിന്റെ ദാസന്മാരെ? ദൈവജനമേ, എത്ര നേരം വെള്ളത്തിലുണ്ടാകുന്ന കുമിള നിൽക്കും? സ്തോത്ര. നിമിഷങ്ങൾക്കേ ഉള്ളൂ ഐസ്, അതിൻ്റെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതുപോലെ വെള്ളത്തിന്റെ കുമിള പോലെയുള്ള ജഡീകാസുഖങ്ങൾ എന്നെ എതിരേറ്റാൽ മണ്ണേ പ്രതി മാണിക്യം വെടിയത്തില്ലെന്ന്.
മാണിക്യത്തെയാ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഈ ജഡത്തിന്റെ സുഖത്തിനു വേണ്ടി, ഇവിടുത്തെ മണ്ണിനു വേണ്ടി മാണിക്യം ഞാൻ വെടിയത്തില്ലെന്ന് പാടിയ ഒരപ്പച്ചന്റെ പിന്മുറക്കാരാ ഞാനും നിങ്ങളും. ആ പാട്ടുകളൊക്കെ പാടുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ലോഗോസ് ചർച്ചിലുള്ളവർ, ഈ രാത്രി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മുറുകെ പിടിക്കേണ്ട ഒന്നിനെയും വിട്ടുകളഞ്ഞിട്ട് ആത്മീക അധപ്പതനത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെ ആത്മീക ജീവിതത്തെ എടുത്തെറിഞ്ഞ് ലോകത്തിലൊരു കോമാളിയെ പോലെ, കെട്ടുകാഴ്ചയെ പോലെ ഞാനും നിങ്ങളും ജീവിക്കേണ്ടവരല്ല. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ കാൽകരങ്ങൾ കാരിരുമ്പാണികൾക്കായി വിരിച്ച്, ശിരസ് മുൾക്കിരീടത്താൽ അടിച്ച് ഇറക്കപ്പെട്ട്, കാൽകരങ്ങൾ ആണികളാൽ തുളയ്ക്കപ്പെട്ട്, വിലാപ്പുറം ഒഴിവുചാൽ പോലെ കീറി, ശംഖ കുന്തത്താൽ കുത്തി തുറന്ന്, താടിരോമങ്ങൾ പറിച്ചെടുക്കപ്പെട്ട്, മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി, കണ്ടാൽ ആളല്ലെന്ന് പറയത്തക്കവണ്ണം വിരൂപമായി വികൃതമായി മാറിയ നസറേയനായ യേശു കർത്താവ് തന്റെ ക്രൂശ് മരണത്തിലൂടെ എനിക്കും നിങ്ങൾക്കൊരു മാണിക്യം നേടിത്തന്നു. അതെന്താണെന്നറിയാമോ? സത്യ ദൈവത്തിന്റെ നിത്യ കൃപയാകുന്ന നിത്യജീവൻ. ആ നിത്യജീവൻ എന്ന മാണിക്യത്തെ വിട്ട്, അതിനുള്ള പിടിവിട്ട് ഈ ലോകത്തിൽ ഒന്നുമായി ടോളറേറ്റ് ചെയ്യരുത്, ഒന്നുമായി കോംപ്രമൈസ് ചെയ്യരുത്. മക്കളെ, പ്രേമത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകാം, അസന്മാർഗികതയുടെ അനുഭവങ്ങൾ കടന്നു വരാം, ദൈവികമല്ലാത്ത ഇടപാടുകളുടെ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. മോഹിപ്പിക്കുന്ന, വശീകരിക്കുന്ന, ത്രസിപ്പിക്കുന്ന ചിത്രങ്ങളും അനുഭവങ്ങളും ഫോൺ കോളുകളും മെസ്സേജുകളും വ്യക്തികളും ഒക്കെ നമ്മുടെ മുൻപിലൂടെ പോകുകയും വരികയും ചെയ്തെന്നിരിക്കുക. എൻ്റെ ജനത്തോട്, പ്രിയരോട്, പ്രാർത്ഥനയുടെ ഈ രാത്രി, ഉപവാസത്തിന്റെ ഈ രാത്രി, യഥാർത്ഥ അഭിഷേകം ചലിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവകൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് എളിയ ദാസൻ നൽകുന്ന ദൈവിക സന്ദേശം ഇതാണ്. കാൽവറിയിൽ എനിക്കും നിങ്ങൾക്ക് പുത്രനിലൂടെ ലഭ്യമായ ആദിത്യ രക്ഷയുടെ മാണിക്യത്തെ വിട്ടുകളഞ്ഞ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, ദൈവം തന്ന ആത്മീക ജീവിതം, ദൈവം തന്ന കുടുംബം, ദൈവം നൽകിയ എത്ര ശ്രേഷ്ഠമായ അനുഭവങ്ങൾ, ഇതൊന്നും വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിൽ ഒന്നുമായി ഞാൻ കോംപ്രമൈസ് ചെയ്യുകയില്ല. ലോകവുമായി, ലോകത്തിലുള്ളതുമായി ഞാൻ കോംപ്രമൈസ് ചെയ്യുകയില്ല. എത്ര പേർക്ക് പറയാൻ കഴിയുമോ അത്? പറയാൻ കഴിയുമോ അത്? ത്രസിപ്പിക്കുന്ന പലതും വരും. കർത്തൃദാസന്മാരായി ഞങ്ങളുടെ മുൻപിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളത് പലതും വന്നുപെടുന്നത്. പ്രിയരെ, 2012 മുതൽ ഈ ഉള്ളവൻ ഒരു ത്രോട്ട് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. ശബ്ദമൊക്കെ നിന്നുപോയ കാലങ്ങളുണ്ട്, ബ്ലഡ് ഒമിറ്റ് ചെയ്ത സമയങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറേയേറെ സർജറികൾ നടക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഇന്നും ശരീരത്തിൽ അതിൻ്റെ സെല്ലുകൾ ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനു വേണ്ടി പോകുന്നില്ല. കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പരിശോധനകളോ മെഡിസിനോ എടുക്കുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ക്യാൻസറുകൾക്ക് എൻ്റെ ശരീരത്തെ ബാധിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ എൻ്റെ ഉള്ളിലെ നിത്യപ്രത്യാശയെ ബാധിക്കാൻ ഈ ലോകത്തിലെ ഒരു രോഗാണുക്കൾക്കും കഴിയുകയില്ല, ഒരു ക്യാൻസറിനും കഴിയുകയില്ല. കർത്താവ് എൻ്റെ ഉള്ളിൽ പകർന്നൊരു പ്രത്യാശയുണ്ട്. എളിയവൻ അതിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതിനെ വിട്ട് ഈ ലോകത്തിൽ ഒന്നുമായി ആര് കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും നിങ്ങളുടെ ഇരിക്കുന്ന മൊബൈൽ ഫോണും, ഇതിനകത്തൊക്കെ സ്തോത്രം വന്നുപെടുന്ന പല സാധനങ്ങളുണ്ട്. ഫേസ്ബുക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ നവമാധ്യമങ്ങളുടെ ആപ്പുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ചില റീൽസുകളുടെ ആവശ്യമില്ല. എനിക്ക് ഇതിനകത്തെ സിനിമ റീൽസുകളുടെ ആവശ്യമില്ല, കോമഡി റീൽസിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. എനിക്ക് ഇതിനകത്ത് വരുന്ന മറ്റു പല പല സാധനങ്ങളും ആവശ്യമില്ല. നല്ല മെസ്സേജുകൾ കാണും, പാട്ടുകൾ കാണും, ഷോർട്ട് മെസ്സേജ് ക്ലിപ്പുകൾ കാണും. ഇതൊക്കെ ചിലപ്പോൾ നോക്കിന്നിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് എൻ്റെ ജഡമയമായ കണ്ണുകളെ തൃപ്തി
വെളിപ്പെടുത്തുന്ന, എൻ്റെ ജഡത്തിൻ്റെ കണ്ണുകളെ കൊതിപ്പിക്കുന്ന, എൻ്റെ ജഡത്തിൻ്റെ കണ്ണുകളെ ആകർഷിക്കുന്ന, അതിന് സുഖം കൊടുക്കുന്ന, ഒന്നും ഇഷ്ടപ്പെടാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാണേണ്ട ഒരുവൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി കാൽക്കരങ്ങൾ വിരിച്ചത് വിശുദ്ധ തിരുവെഴുത്തിലൂടെ ഞാൻ കണ്ടു കഴിഞ്ഞു. ആ സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞിരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഈ ലോകത്തിൽ ഇനി ഒന്നും കാണാൻ എൻ്റെ മുൻപിൽ ഇല്ലെന്ന എൻ്റെ ചിന്ത. കാണേണ്ട ഒരുവനെ കണ്ടു. ഇനി അതിനപ്പുറത്ത് എൻ്റെ കണ്ണുകൾക്ക് സുഖം പകരുന്ന ചിലത് എന്തിനാ കാണുന്നേ? ആ കണ്ണുകൾക്ക് സുഖം പകരുന്ന സാധനങ്ങൾ കാണുമ്പോൾ എൻ്റെ ജഡം ചലിക്കും. ശരിയാണോ? എൻ്റെ ജഡം ചലിക്കും. അതാ ഇയ്യോബിന്റെ പുസ്തകം പറയുന്നത്, എൻ്റെ കണ്ണ് ചെല്ലുന്നിടത്തല്ല എൻ്റെ ഹൃദയം ചെന്നിട്ടുണ്ടെങ്കിൽ എന്ന്. കണ്ണ് പോകുന്ന പുറകെ ഹൃദയവും പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ആത്മീകരായ നമ്മളെ, വിണ്മയമായ അനുഭവം പ്രാപിക്കേണ്ട നമ്മളെ വീണ്ടും മണ്ണിനകത്ത് പൂഴ്ത്തിയിടാൻ, മണ്ണിനകത്ത് ഒതുക്കാൻ, ജഡമയരാക്കി തീർക്കാൻ, മൺമയരാക്കി തീർക്കാൻ പോരാട്ടങ്ങളുണ്ട്. ഒരു ദൈവ പൈതൽ ജയിക്കേണ്ടത് തന്നെയാണ്. പാസ്റ്ററുടെ പറഞ്ഞു, ദുഷ്ടാത്മ മണ്ഡലങ്ങളൊക്കെ ഇളകി മാറും. അതൊക്കെ ഒരു സ്തോത്രത്തിൽ, അഭിഷേകത്തിൽ അങ്ങ് മാറും. പക്ഷേ അവൻ ഒരു ദൈവ പൈതൽ തന്നിൽ തന്നെ ജയമെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെ വിജയകരമാകും? ഓരോരുത്തർ അവരവരിൽ ജയമെടുക്കുന്ന കാലങ്ങളായി ഈ ഉപവാസവും പ്രാർത്ഥനയും മാറുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയും നാം പ്രാപിച്ചത് യഥാർത്ഥമായ ദൈവത്തിന്റെ കൃപയും അഭിഷേകവും സംശയാതീതമായി തെളിയിക്കപ്പെടുകയും ചെയ്യുകയാണ്. എനിക്ക് ആ ഭാഗങ്ങളിൽ ഒത്തിരി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് സമയം അവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജഡത്തെ ത്രസിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന, അതിനെ ആകർഷിക്കുന്ന, അതിനെ ഇളക്കുന്ന, അതിനെ നമ്മുടെ പിടിയിൽ നിൽക്കാതെ ഒരു കടിഞ്ഞാൺ നഷ്ടപ്പെട്ട കുതിരയെ പോലെ, ബ്രേക്ക് പോയ വാഹനം പോലെ പായിക്കുവാൻ നോക്കുന്ന സകലത്തിന്മേലും ഞാനും നിങ്ങളും ആത്മാവിൽ ജയാളികളായി മാറണം. അതിന് പ്രത്യാശയെ മുറുകെ പിടിക്കണം. ഞാൻ ഈ ലോകക്കാരിയല്ല, ഞാൻ ഈ ലോകക്കാരനല്ല, ഞാൻ ഉള്ളവനല്ല എന്നുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിലേക്കൊന്ന് ഇറങ്ങണം. അതിറങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയപ്പെടും. കർത്താവിൻ്റെ മടങ്ങിവരവ് ഒരു പ്രതീക്ഷയല്ല, അതൊരു പ്രത്യാശയാണ്. നമ്മൾ കടം കൊടുത്ത പണം തിരികെ കിട്ടാതിരിക്കാം. വീട് വിട്ടുപോയ മകൻ, നാട് വിട്ടുപോയ ഭർത്താവ് മടങ്ങി വരാതിരിക്കാം. പ്രതീക്ഷിക്കാനേ വകയുള്ളൂ. എന്നാൽ ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വരവ് ഒരു പ്രതീക്ഷയല്ല, ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ വ്യക്തമായ നിശ്ചയമാകിയാൽ ബൈബിൾ അതിന് കൊടുത്ത പദം പ്രത്യാശ എന്നാണ്. പ്രത്യാശ. ഞാനും നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് പ്രത്യാശയാണ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. പ്രായഭേദമന്യേ ആരും പോകും. ഞാൻ എപ്പോഴാ പോകുന്നറിയില്ല. ഇന്നേക്ക് 2012, ഇത് 2024 ഫസ്റ്റിലെ ക്യാൻസർ നിശ്ചയിക്കപ്പെട്ട സമയം, ബയോപ്സിയിലൂടെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ സമയം ഒന്ന് പതറി, ഒന്ന് ഇടറി. എന്നാൽ അത് കുറച്ച് സമയത്തേക്കുള്ളായിരുന്നു. അത് മാറി. കുഞ്ഞുങ്ങൾ അന്ന് തീരെ ചെറുപ്പം, സ്തോത്രം, വൈഫ് ഒക്കെ ചെറുപ്പം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നൽകിയൊരു ബലമുണ്ട്. ഇന്ന് എൻ്റെ മക്കൾ പറയും, ഇന്ന് എൻ്റെ മിസ്സസ് പറയും, സ്തോത്രം, ഇവിടെ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒന്നിച്ചു കൂടും, ഇവിടെ അല്ലെങ്കിൽ അവിടെ ഒന്നിച്ചു ചേരും.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരോട് പറയട്ടെ, ഞാനും നിങ്ങളും ഈ വിശുദ്ധ തിരുവെഴുത്ത് ചുമക്കുന്നത്, ഞാനും നിങ്ങളും ഇത് കൊണ്ട് നടക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയല്ല. എൻ്റെ പ്രിയരെ, ഞാനും നിങ്ങളും ഇത് ചുമക്കുന്നത് എനിക്കും നിങ്ങൾക്ക് മുൻപിൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ? ചോദിച്ചുയർത്തെഴുന്നേറ്റ നസ്രയൻ എനിക്കും നിങ്ങൾക്കും നൽകിയ ആ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും മരണത്തെ പേടിക്കുന്നില്ല, മരണത്തെ ഭയപ്പെടുന്നില്ല. വിശുദ്ധന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒത്തുചേരുമെന്നുള്ള പ്രത്യാശ ഏത് രോഗത്തെയും അതിജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഞങ്ങളുടെ ചർച്ചിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ എത്തിയിരിക്കുന്ന കുമാരി ചേച്ചിയുണ്ട്. തൻ്റെ ഹസ്ബൻഡ് സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് താനും സ്നാനപ്പെടാനിടയായി. സ്തോത്രം. രോഗബാധിത 4th സ്റ്റേജ്, ലങ്സും ലിവറും ഹാർട്ടും ബ്രെയിനും എല്ലാം രോഗവ്യാപനമായി കഴിഞ്ഞു. സ്തോത്രം. ഒരു രക്ഷയുമില്ല, മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു സ്ക്രാഫൊക്കെ തലയിലിട്ട് മുടി മുഴുവൻ കീമോ എടുത്ത് പൊഴിഞ്ഞ ആ മൊട്ടത്തല സ്ക്രാഫ് കൊണ്ട് മറച്ച് പായിൽ വന്നിരുന്ന് കരങ്ങൾ തട്ടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയും, ആൻറ്റി ഒന്ന് ബെഞ്ചിലോട്ട് കയറിയിരുന്നു കൂടെ, കസേരയിലോട്ട് കയറിയിരുന്നു കൂടെ. അപ്പോഴോട് പറയും, പാസ്റ്റർ നിലത്തിരുന്ന് ആരാധിക്കുന്ന സുഖം ഒന്ന് വേറെയാണ്. ഞാൻ ചോദിക്കും, വേദനയില്ലേ, ക്ഷീണയില്ലേ? ഓ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ അതെല്ലാം അങ്ങ് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, വിഷമമില്ലേ? എന്നോത്തിന് വിഷമിക്കാൻ ഒരൊറ്റ വിഷമമേ ഉള്ളായിരുന്നു. അങ്ങേര് കർത്താവിനോട് ചേർന്നിട്ടില്ലല്ലോ. ഇപ്പോൾ അങ്ങേര് കർത്താവിനോട് ചേർന്നോ? ഞാൻ അങ്ങ് മുൻപേ പോയാൽ അങ്ങേര് പുറകെ വരുമല്ലോ. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കാണുമല്ലോ. അതാ പ്രത്യാശ. ആരാധനകളിലൊക്കെ വന്ന് കൈയടിക്കാതെ, സ്തോത്രം പറയാതെ, അന്യഭാഷയിൽ അഭിഷേകത്താൽ നിറയപ്പെട്ടവർ അതൊക്കെ ചെയ്യാതെ ആമേ മന്ദീഭവിച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പ്രിയരെ, മുൻപിൽ സാധ്യതയില്ലെന്ന്, മുൻപിൽ ജീവിതമില്ലെന്ന് അറിഞ്ഞിട്ടും കർത്താവിനെ ആരാധിക്കുന്ന ആരാധനയുണ്ടല്ലോ, കർത്താവിനെ സ്തുതിക്കുന്ന ആ സ്തുതിയുണ്ടല്ലോ, പറയുന്ന അന്യഭാഷയുണ്ടല്ലോ. അതാ പ്രത്യാശ. മുൻപിൽ സാധ്യതയില്ല, അവർക്കറിയാം. രക്ഷയില്ല, അവർക്കറിയാം. അതറിഞ്ഞിട്ടും കർത്താവിനെ ആരാധിക്കുക. അതെന്നെ അങ്ങനെ ആരാധിക്കുന്നേ ചോദിക്കുമ്പോൾ പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുന്നു. എന്തു മുറുകെ പിടിക്കണം? പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. എബ്രായർ 3:6 പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിക്കണം. എബ്രായർ 10:35 വായിച്ചു കണ്ടോ? വചനം പറയുന്ന ഇപ്രകാരമാണ്, അതുകൊണ്ടും മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. നമ്മുടെ ധൈര്യത്തിന് എന്തോ ഉണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടാ പറ്റും പാസ്റ്ററെ. എങ്ങനെയുള്ള പ്രതിഫലമാ? അത് ചേർത്ത് പറയണം. മഹാപ്രതിഫലം. കാണിക്കുന്ന ധൈര്യത്തിന് എന്തോ ഉണ്ട്. വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എതിർത്തു. അപ്പോഴാണ് ഞങ്ങളുടെ അമ്മ, പൊടിയമ്മ, ഏലിയമ്മ സ്നാനജലത്തിലേക്ക് നടിക്കപ്പെടുന്നത്. വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, എൻ്റെ അപ്പം പറഞ്ഞു, കെട്ടിയ മിന്നെ ഊരിയാൽ നിന്നെ മേലാലിൻ്റെ ഭാര്യ ഞാൻ അംഗീകരിക്കത്തില്ല. നീ എൻ്റെ വീടിന് പുറത്താണ്, നീ എൻ്റെ വീടിന് പുറത്താണ്. അമ്മ ചോദിച്ചു, അച്ഛാ കർത്താവിനെയാണോ അനുസരിക്കേണ്ടത്, ഭർത്താവിനെയാണോ അനുസരിക്കേണ്ടത്? ആദ്യം. അപ്പം പപ്പ പറഞ്ഞു, ആദ്യം ഭർത്താവിനെ അനുസരിച്ചിട്ട് കർത്താവിനെ അനുസരിച്ചാൽ മതിയടി. സ്തോത്രം. അമ്മ പറഞ്ഞു, ആദ്യം കർത്താവിനെ അനുസരിച്ച് ഞാൻ രണ്ടാമത് ഭർത്താവിനെ അനുസരിക്കാം. അപ്പൊ കർത്താവിനെ ഭർത്താവായി സ്വീകരിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു. സ്തോത്രം. വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എതിർത്തപ്പോൾ സ്നാനജലത്തിലേക്ക് നയിക്കപ്പെടാൻ അമ്മയെടുത്ത തീരുമാനം, അതാ ഇന്ന് എളിയവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയോട് ഞാൻ ഈ വചനത്തിൻ്റെ വെളിപ്പാട് പോയി പങ്കുവച്ചു. എൻ്റെ അമ്മ
നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത് ഓർക്കുമ്പോൾ എനിക്ക് ജലസിയാന്ന് പറഞ്ഞു, അസൂയ എന്ന് പറഞ്ഞു. അതെന്നാ മോനെ ചോദിച്ചു. എല്ലാവരും എതിർത്തു. വീട്ടിൽ കേട്ടത്തില്ലെന്ന് പറഞ്ഞു, ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു, ബന്ധുക്കളെ കല്യാണങ്ങൾക്ക് വിളിക്കത്തില്ല. ആമേ, എല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ കല്യാണങ്ങൾക്ക് വിളിക്കത്തില്ല, ഒന്നിനും അടുപ്പിക്കത്തില്ല. എന്നിട്ടും നിന്നു. അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി പാസ്റ്റേ, അറിഞ്ഞ പ്രത്യാശയ്ക്ക് വേണ്ടി. ആമേ, കഴിഞ്ഞ ദിവസം ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളങ്ങ് പെടഞ്ഞ് വികസിച്ചു. എൻ്റെ അമ്മ മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് അമ്മമാര്, 100 കണക്കിന് അപ്പന്മാര്, 100 കണക്കിന് സഹോദരങ്ങള് നാടും വീടും വിട്ട്, ആമേ, ജാതീയ ബന്ധനങ്ങളെ വിട്ട്, അവർക്ക് ആശ്രയിക്കാനുണ്ടായിരുന്ന, മുറുകെ പിടിക്കാനുണ്ടായിരുന്ന പലതിനെയും വിട്ട് കർത്താവിനെ അറിയാൻ, സ്നാനജലത്തിലേക്ക് നയിക്കപ്പെടാൻ ഒക്കെ എടുത്ത ചില തീരുമാനമുണ്ടല്ലോ. കർത്താവിന്റെ വചനം പറയുന്നു, അതിന് മഹാപ്രതിഫലമുണ്ട്. അതിന് മഹാപ്രതിഫലമുണ്ട്. മഹാപ്രതിഫലം. യേശുവിന്റെ സാക്ഷിയാകാൻ തീരുമാനിച്ച തീരുമാനം കുടുംബത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്നത്, നാടും വീടും മൊത്തം ഇളകി. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടു മാറത്തില്ലെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ എടുത്ത ഡിസിഷൻ ഉണ്ടല്ലോ, അതിന് മഹാപ്രതിഫലമുണ്ടെന്ന്. ചില്ലറ പ്രതിഫലമല്ല, മഹാപ്രതിഫലം. ഇനിയും പറയട്ടെ, മുമ്പിൽ ഒന്നും കാണാതിരിക്കുമ്പോൾ റോബിൻ പാസ്റ്ററെ, ചർച്ച് പണിക്ക് വേണ്ടിയൊക്കെ നമ്മളെപ്പോലുള്ള പൊട്ടന്മാര് എടുത്തു ചാടുന്ന ചാട്ടം ഉണ്ടല്ലോ. മുൻപിൽ ഒന്നുമില്ല. എന്നാ കണ്ടാണ്ടാ നിങ്ങൾ ചാടുന്നത്? ആൾക്കാർ ചോദിക്കും, എന്നാ കണ്ടോണ്ടാ ചാടുന്ന നീ? എന്നാ കണ്ടോണ്ടാ ചർച്ച പണിയാൻ പോകുന്നേ? എന്നാ കണ്ടോണ്ടാ വേല ആരംഭിച്ച്? എന്നാ കണ്ടോണ്ടാ പ്രവർത്തനം ആരംഭിച്ച്? ഇവിടെ ആരംഭിച്ചവരൊക്കെ മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഒന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല. അങ്ങനത്തെ വാക്കൊക്കെ അല്ലേ? ഒന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല, ഒന്നും നേരെ പോയിട്ടില്ല. ആമേ, കുറച്ച് വർഷങ്ങൾ പിന്നെ ഒന്നും കാണാനില്ല. പിന്നെ നീ എന്നോ കണ്ടോണ്ടാ, താൻ എന്നോ കണ്ടോണ്ടാ? ഒന്നേ കാണാനുള്ളൂ, ഒന്നേ പറയാനുള്ളൂ, യേശുവിനെ കണ്ടോ, യേശുവിനെ കണ്ടോ. കർത്താവിന്റെ വചനം ഈ രാത്രി ഇടപെടുകയാണ്. എടുത്ത ചില തീരുമാനങ്ങൾ, ചെയ്ത ചില സമർപ്പണങ്ങൾ, ദൈവത്തോട് പറഞ്ഞ ചില ഉടമ്പടികൾ, അതിനൊക്കെ മഹാപ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ തട്ടി ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തുകൊണ്ട് എടുത്ത തീരുമാനത്തിന് മഹാപ്രതിഫലം ഉണ്ടെന്ന്. ചിലപ്പം ചെറിയ എന്നോ കണ്ടോടാ കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടെ, എന്നോ കണ്ടോണ്ടാ വീട് പണി തുടങ്ങി, എന്നോ കണ്ടോണ്ടാ നീ ഈ കാര്യത്തിന് മുൻപോട്ട് സ്റ്റെപ്പ് വെച്ച്. കർത്താവിൻ്റെ വചനം പറഞ്ഞു കണ്ടോ, ചില കാര്യങ്ങൾക്ക് കാണിക്കുന്ന ധൈര്യം, അതിനെന്തോ ഉണ്ട്? പ്രതിഫലമുണ്ട്. ചില കാര്യങ്ങൾക്ക് കാണിക്കുന്ന ധൈര്യം, അതിന് മഹാപ്രതിഫലമുണ്ട്. ചില സഭക്കാരുടെ കയ്യിൽ കാശ് ഇഷ്ടം പോലെ, വർഷത്തിൽ ആണ്ട് നേർച്ച പോലെ ഉപവാസ പ്രാർത്ഥന വെക്കും. അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. 5 പൈസ മുമ്പിൽ കാണാതിരിക്കുമ്പോൾ, വിശ്വാസികളുടെ കയ്യിലും ഞങ്ങളുടെ റാന്നി ഭാഷ പറഞ്ഞാൽ ഒരു പൂങ്ങാച്ചോള ഇല്ലെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ, സ്തോത്രം, ചർച്ചയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന ഉപദേശിമാരുണ്ടല്ലോ, ആ പാസ്റ്റർമാരോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനം ഉണ്ടല്ലോ, ആ പാസ്റ്റർമാരോട് ചേർന്ന് നിൽക്കുന്ന ദൈവസഭയുണ്ടല്ലോ, കാണിക്കുന്ന ധൈര്യത്തിന് മഹാപ്രതിഫലം ഉണ്ടെന്ന്. ശിവപാസ്റ്റർ വീട്ടിൽ നിന്ന് കൊണ്ടെന്ന് പറയല്ല, കർത്താവിൻ്റെ വചനം പറയുക. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ബൈബിളിൽ നിന്ന് 100 ഉദാഹരണങ്ങൾ എനിക്കെടുത്ത് പറയാനുണ്ട്. 100 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് പറയാനുണ്ട് ധൈര്യം കാണിച്ച അഭിഷക്തന്മാരെ കുറിച്ച്. പൗലോസിനെയൊക്കെ നോക്കിക്കേ, അപകടകരമായ കപ്പൽ യാത്ര, 14 ദിവസമായി സൂര്യചന്ദ്രന്മാരെ കണ്ടിട്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ എല്ലാവർക്കും അറ്റുപോയിരിക്കുക. പൗലോസ് ഉൾപ്പെടെ 276 ആളുകൾ കപ്പലിൽ. എന്നാൽ പൗലോസിന് സ്വർഗം കൊടുത്തൊരു ആലോചന, താൻ അപ്പമെടുത്ത് കഴിക്കുകയാ, സ്തോത്രം ചെയ്ത് മറ്റുള്ളവരെ കഴിക്കാൻ താൻ ധൈര്യപ്പെടുത്തുകയാ. പൗലോസേ, എവിടുന്ന് കിട്ടി ധൈര്യം?
എൻ്റെ അടുക്കൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞു, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കൂ. കർത്താവിൻ്റെ ദാസനെ, ദൈവം പറഞ്ഞ വാക്കിന് അപ്പുറത്തും ഒന്നും സംഭവിക്കുകയില്ല, ഇപ്പുറത്തും ഒന്നും സംഭവിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്തിലൂടെ ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ, ആലോചനകൾ, അതുപോലെ കണ്ണുമടച്ച് വിശ്വസിച്ചോണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ, ആരൊക്കെ മാറിപ്പോയാലോ, ആരൊക്കെ ചേർന്ന് വന്നാലോ, കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. ധൈര്യം ക്ഷയിക്കാതെ ഉറപ്പും ധൈര്യമുള്ളവനായി കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിയും ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. വെട്ടം കാണുന്നില്ല, വെളിച്ചം കാണുന്നില്ല, സൂര്യചന്ദ്രന്മാരെ കാണുന്നില്ല. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയിരിക്കുമ്പോ ഒരുത്തൻ പറയുക, എല്ലാവരും ആഹാരം കഴിക്കുക, ധൈര്യമായിരിക്കുക. എവിടുന്ന് കിട്ടി ധൈര്യം? സ്വർഗം കൊടുത്ത വാഗ്ദത്തത്താൽ, ദൈവം കൊടുത്ത വെളിപ്പാടിനാൽ ഈ ധൈര്യം ലഭിച്ചു. എന്താ പ്രിയരെ, ഈ വചനമൊക്കെ പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം വാഗ്ദത്തം തരുന്നത് എന്തിനാണെന്നറിയാമോ? ഉപ്പിലിട്ട് ഉണങ്ങി വെക്കാനുമല്ല. തമ്പുരാൻ വാഗ്ദത്തം നൽകുന്നത്, വചനം നൽകുന്നത്, കഷ്ടതയുടെ കഠിന ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ മാറാത്ത പ്രതിസന്ധികളിലൂടെ ചുവടുകൾ വയ്ക്കുമ്പോൾ മനസ്സ് പതറാതെ, കാലുകൾ ഇടറാതെ, കർത്താവിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ നിൽക്കുന്നതിന് സ്വർഗം എനിക്ക് നിങ്ങൾക്ക് തരുന്നതാണ് ഓരോ വെളിപ്പാടും, ഓരോ ദൈവശബ്ദവും, ഓരോ വാഗ്ദത്തവും, ഓരോ വചനത്തിൻ്റെ ദൂതും. ഒറ്റ ഒരുത്തന്റെ ധൈര്യം 275 എണ്ണത്തിലേക്ക് വ്യാപരിച്ചു. നമ്മൾ ആ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗം വായിക്കുന്ന 22 ഒടുവിലത്തെ വാക്യം, എല്ലാവരും കരയ്ക്കെത്തി, എല്ലാവരും രക്ഷപ്പെട്ടു. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ധൈര്യമുള്ളവൻ രക്ഷപ്പെടും, ധൈര്യമുള്ളവർ രക്ഷപ്പെടും. ആമേൻ, ആമേൻ. ഈ ചത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാ ജീവിച്ച് ചാകുന്നത്. മരിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഓരോ തവണ പേടിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറെ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഈ ശവശരീരത്തിൽ വല്ലതും കുത്തിയോ വല്ലതും കേൾക്കോ? ആത്മീകർ മരിച്ച് ജീവിക്കുന്നവരായിരിക്കരുത്, ആത്മീകർ ജീവിച്ച് മരിക്കുന്നവരായിരിക്കണം. എൻ്റെ പ്രിയരെ, നമ്മൾ വായിക്കുന്നു, എല്ലാവരും രക്ഷപ്പെട്ടു. അനുകൂല സാഹചര്യങ്ങളൊന്നുമില്ല, എല്ലാം പ്രതികൂലം മാത്രം. എവിടെ നോക്കിയാലും ചുറ്റോട് ചുറ്റും കര കാണുന്ന ഒരു വഴിയുമില്ല. എന്നാൽ ധൈര്യം അവലംബിച്ച ഒരു ഭക്തൻ, തൻ്റെ വാക്കനുസരിച്ച ആളുകൾ, വചനം പറയുന്നു, എല്ലാവരും രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമോ? നാം ഒന്നും മുടിഞ്ഞു പോകത്തില്ല, നാം ഒന്നും നശിച്ചു പോകത്തില്ല. നാം എല്ലാവരും രക്ഷപ്പെടും, നാം എല്ലാവരും രക്ഷപ്പെടും. ഞങ്ങൾക്കൊരു ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. 5 പെൺമക്കളാണ് അദ്ദേഹത്തിന്. 5 പെൺമക്കളാണ്. അടുത്ത ആണായിരിക്കും എന്ന് വെച്ച് വന്നപ്പോൾ 5 പെൺമക്കളാണ് കിട്ടിയത്. ഒരു 5 അങ്ങ് അവരങ്ങ് നിർത്തി. സ്തോത്രം, 5 പെൺമക്കളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന ഈ പ്രസന്റ് ടൈമിൽ 5 പേരും 5 സ്ഥലങ്ങളിലാണ്, ലോകത്തിൻ്റെ 5 രാജ്യങ്ങളിലാണ്. അതിൽ 3 പേർ കർത്താവിൻ്റെ വേലയിലാണ്. സ്തോത്രം. ബാക്കി 2 പേർ നല്ല ജോലിയിലാണ്. ഈ 3 ഈ കർത്താവിന് വേല ചെയ്യുന്നവരും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയോട് ഞാൻ പറയാൻ വന്നത്, അവരെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, സ്തോത്രം, ആൾക്കാർ ചോദിക്കും, എടാ 5 എണ്ണം ഇല്ലടാ, എടാ കുഞ്ഞുട്ടി നിനക്ക് 5 എണ്ണം അല്ലടാ നീ എന്നെ. അപ്പൊ കുഞ്ഞുട്ടി ഞാൻ പറയും, എനിക്ക് 5 തന്നിരിക്കുന്നെങ്കിൽ തന്ന ദൈവത്തിനറിയാം, എനിക്ക് 5 എണ്ണത്തെ തന്ന ദൈവത്തിനറിയാം ഈ 5 എങ്ങനെ പോറ്റണമെന്ന്. പിള്ളേരങ്ങോട്ട് ജനിച്ചില്ല, അതിനു മുമ്പ് ചിലതിൻ്റെയൊക്കെ വെപ്രാളവും പരവേശവും ആദിയും വ്യാധിയും ഒക്കെ എൻ്റെ പൊന്നെ ഒന്ന് കാണേണ്ടതാണ്. സ്തോത്രം. ഈ 5 എണ്ണത്തെയും പുള്ളി നന്നായി പഠിപ്പിക്കാൻ തുടങ്ങി. ആൾക്കാർ ചോദിച്ചു, എന്നാ കണ്ടാണ്ടാ പഠിപ്പിക്കുന്നേ? അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ കണ്ടോണ്ടാ പഠിപ്പിക്കുന്നേ.
പഠിക്കാൻ മിടുക്കരായ കുഞ്ഞുങ്ങൾ മെറിറ്റിൽ തന്നെ പഠിച്ച് കയറിപ്പോയി. ആമെ ഓരോരുത്തർക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. സ്തോത്രം. ഒരാൾ ട്രിവാൻഡ്രത്തുണ്ട്, സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. സ്തോത്രം. ഒരു മേഖലയിൽ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയൊക്കെ ആതിഥ്യം പലപ്പോഴും ഞാൻ സ്വീകരിക്കാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും ഓരോന്നിനെ 5 എണ്ണത്തെ ഓരോ കോഴ്സിന് ചേർക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുമായിരുന്നു, എന്നെ കണ്ടോണ്ടാ? അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളായിരുന്നു, കർത്താവിനെ കണ്ടോണ്ടാ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവൻ എടുക്കുന്ന ധൈര്യപൂർവമായ ചില തീരുമാനങ്ങൾ അവൻ്റെ കുടുംബത്തിലാകട്ടെ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, അവൻ്റെ തലമുറയിലാകട്ടെ, അവൻ്റെ സഭാസംബന്ധമായിട്ടാകട്ടെ, ആ കാണിക്കുന്ന ധൈര്യത്തിന് ഒരു പ്രതിഫലമുണ്ട്. പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്ന കുറെ പാവപ്പെട്ട ദൈവമക്കൾ എല്ലാം കൂടെ ഒരു 100-500 പേര് കൂടി വരുന്നുണ്ട്. സ്തോത്രം. ഒരു കൊച്ചു ചർച്ചയാണ്. ദൈവം പെട്ടെന്ന് ഞങ്ങളെ വളർത്തിയതാണ്. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരൊക്കെ. ഞങ്ങൾക്കൊരു ചർച്ച് പണിയണമെന്ന് തോന്നി. സ്തോത്രം. അതിന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയപ്പോൾ കോടികൾ കഴിഞ്ഞു പോകും. ഞങ്ങളുടെ ചർച്ച് ഫണ്ട് കൂടെ നോക്കിയപ്പോൾ എല്ലാം കൂടെ തപ്പിപ്പറക്കി. നമ്മുടെ ട്രിവാൻഡ്രം നാടല്ലേ, ഈ ലേലവും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ വരുന്നതിന് മുമ്പോഴൊക്കെ ഉള്ളത് കൂട്ടി അവർ സ്വരുക്കൂട്ടി വെച്ച് എല്ലാം കൂടെ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. 1 CR ഇവിടെ കിടക്കുന്നു, 1 lakh ഇവിടെ കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, പോട്ടെ, ഒരു 1 CR കണക്ക് നീക്കട്ടെ. ഞാൻ ചോദിച്ചു, ബാക്കി 99 ലക്ഷം എവിടെ നിന്നുണ്ടാകും? പറഞ്ഞു, പാസേ നമുക്ക് പരിപാടി വേണ്ട, അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിച്ചിരി നീട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ച് പഴയ ചർച്ചിനെ ഒന്ന് നീട്ടി. മുറ്റത്തെല്ലാം ആളായി, വെളിയിലെല്ലാം ആളായി, ആകെപ്പാടെ ബുദ്ധിമുട്ടായി. പിന്നെയും ജനം വരുന്നുകൊണ്ടിരിക്കുന്നു, ഇരുത്താ സ്ഥലമില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ചർച്ച് പണി തുടങ്ങാം. ഞാൻ എൻ്റെ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസൻ എന്തു പറഞ്ഞാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. പാസ്റ്റർ, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഒരു ചോദ്യമില്ല. സ്തോത്രം. പ്രാർത്ഥനയോടെ തുടങ്ങി. 3 നിലകളിലായി. ഇന്ന് പണി പൂർത്തിയായിട്ടില്ല. 3 നിലകളിലായി. ആ കൊച്ചു പട്ടണത്തിനകത്ത് ഒരു ചർച്ച് കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. കോടികൾ കഴിഞ്ഞ് മുൻപോട്ട് പോയി. എവിടുന്ന പൈസ വന്നെന്നറിയില്ല. പക്ഷെ ഒന്നറിയാം, ദൈവം മുമ്പാകെ കാണിക്കുന്ന ചില ധൈര്യത്തിന്, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ഞാനും നിങ്ങളും എടുക്കുന്ന ധൈര്യപൂർവമായ ചില തീരുമാനങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഈ രാത്രി അത് വിശ്വസിക്കണം. നമ്മുടെ ദൈവം മഹാപ്രതിഫലം തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മഹാപ്രതിഫലം തരുന്ന ദൈവമാണ്. അതൊന്ന് ആഴമായി വിശ്വസിക്കാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മുടെ കാലങ്ങളാണ് വരും കാലങ്ങൾ, നമ്മുടെ ദിവസങ്ങളാണ് വരും ദിവസങ്ങൾ. എനിക്ക് ആ ഭാഗത്തൊക്കെ നിന്ന് ശരിക്കും വിശദീകരിച്ച ആ ഭാഗങ്ങളൊക്കെ എനിക്ക് പറഞ്ഞാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഒത്തിരി വചനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഒരു 2 വചനം വായിച്ച് പുസ്തകം അടച്ചോ, അവിടെ നമുക്ക് നിർത്തിയേക്കാം. സ്തോത്രം. 1 Corinthians 15:19, റോമർ 8:24-25, 2 വാക്യം വായിച്ച് ശീഘ്രം ബൈബിൾ അടച്ചോ. ആ ഭാഗം 1 Corinthians 15:19 ഞാൻ പറയട്ടെ. വായിച്ചോ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. റോമാലേഖനത്തിലേക്ക് വന്നേ, 8-ാം അധ്യായത്തിലേക്ക് വാ. 24-25 വാക്യങ്ങൾ ശീഘ്രം വായിച്ച്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? മതി. ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തെ പേടിക്കുന്നതുകൊണ്ട്, സ്തോത്രം, ഞാൻ നിൽക്കുകയാണെങ്കിലും സമയം ഓടുന്നത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക. ആ ഭാഗം അവസാനിപ്പിക്കുക. ഈ ആയുസിൽ മാത്രം, ഈ മണ്ണിൽ മാത്രം പ്രത്യാശ വെച്ചിരുന്ന
ചില ആളുകളുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. ചില ആളുകളുടെയൊക്കെ നെടുവീർപ്പ് കാണുമ്പോൾ സങ്കടം തോന്നും. എല്ലാവർക്കും സങ്കടം വരും, കരയണം. പക്ഷേ നമ്മുടെ സങ്കടങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തീയ പ്രത്യാശ എൻ്റെയും നിങ്ങളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കപ്പെടുന്നില്ലെങ്കിൽ കൈയടിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഉപവസിക്കുന്നത് എന്തിനാണ്? ആരാധിക്കുന്നത് എന്തിനാണ്? ഈ രാത്രി ഞാൻ എൻ്റെ പ്രിയരോട് പറയുന്നു, സ്തോത്രം. ഭാഗ്യകരമായ പ്രത്യാശയുടെ പ്രശംസയെയും ധൈര്യത്തെയും ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരെ പോലെയല്ല കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തെ ആത്മകണ്ണുകളെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്. അതെല്ലാം നിർത്തുകയാണ്. ആമേ, അടുത്ത ചില വാക്യങ്ങൾ ഞാൻ ശീഘ്രം വായിച്ചു വിടാം. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന്, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15 മുതൽ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള പേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനെ മല്ലപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ. 16 മുതൽ ശ്രദ്ധിച്ചു വേണം. ഒരൂണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ. ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊക്കെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം, നിർത്തട്ടെ. ഹല്ലേലൂയ. ഏശാവ് ചെയ്തത് എന്താണ്? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം. ഞാൻ ആദ്യം പറഞ്ഞ മറക്കരുത്. മുറുകെ പിടിക്കേണ്ട ഒന്നിനെ എന്ത് ചെയ്യരുത്? വിട്ടുകളയരുത്. ഭർത്താവ് ഒരു പദവിയ, ഭാര്യ ഒരു പദവിയ, മക്കൾ എന്നുള്ളതൊരു പദവിയ, ദൈവമക്കൾ എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു പദവിയാണ്. ഇതൊന്നും വിട്ടുകളയേണ്ടതല്ല, മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കണം. എനിക്കൊരു ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്ന അഭിമാനത്തോടെയാണ്. ആ അപ്പൻ എന്ന പ്രിവിലേജ് എനിക്കറിയാം, ഭർത്താവ് എന്ന പ്രിവിലേജ് എനിക്കറിയാം. ഹോറമ ശിഖാന, ഒരു പാസ്റ്റർ എന്ന പ്രിവിലേജ് എനിക്കറിയാം. അത് വിട്ടുകളഞ്ഞ് ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ഞാനെന്നല്ല, കർത്താവിൻ്റെ ദാസന്മാർ, അതറിയുന്നവരാരും തയ്യാറല്ല. ഞാൻ ഈ രാത്രി പറഞ്ഞു വരുന്നത്, ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏശാവ് എന്തോ ചെയ്തു? അവകാശം വിട്ടു, അവകാശത്തിൽ നിന്ന് പിടിവിട്ടു. എന്തിനു വേണ്ടി? ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തേ. ജഡത്തെ ത്രസിപ്പിക്കുന്ന, ജഡത്തെ കൊതിപ്പിക്കുന്ന, ജഡത്തെ ഇളക്കുന്ന ഒത്തിരി വിശപ്പുകൾ നമുക്കുണ്ടാകും. ഫയർ വായ്സൊക്കെ കണ്ടപ്പോ ഏശാവിന് കൊതി വന്നെന്ന് എഴുതി. കൊതി 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 കൊതിയില്ലാത്തവരാരുമില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കുമുണ്ട് മക്കളെ കൊതി. സ്തോത്രം. എല്ലാവർക്കും കൊതിയുണ്ട്. പക്ഷേ കൊതി ദൈവ പദ്ധതിയെ തകിടം മറിക്കരുത്, ദൈവിക പ്ലാനിനെ തകിടം മറിക്കരുത്, ദൈവാലോചനയെ തകിടം മറിക്കരുത്, ദൈവിക പദ്ധതികളെ തകിടം മറിക്കരുത്. പലതിനോടും എനിക്കും നിങ്ങൾക്ക് തോന്നുന്ന കൊതി, ആസക്തി എൻ്റെ മേലും നിങ്ങളുടെ മേലും നമ്മുടെ സഭയുടെ മേലും നമ്മുടെ ശുശ്രൂഷയുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും നിവർത്തിയാകേണ്ട ദൈവിക പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്നതാകരുത്. ഒത്തിരി കൊതികളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. സങ്കീർത്തന പുസ്തകം പറയുന്നു, അവർ ചോദിച്ചതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു, എന്നിട്ടും കൊതിക്ക് മതി വന്നില്ല. ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു, പക്ഷെ അവരുടെ കൊതിക്ക്, ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ദൈവം പറയുന്നത്, കൊതിക്ക് മതി വന്നില്ല. മതി വരാത്തൊരു സാധനമാണ് കൊതി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. കൊതി മൂത്താൽ മുറുകെ പിടിക്കേണ്ട ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് നമ്മളെ കൊതിപ്പിക്കും, നാവ് നമ്മളെ കൊതിപ്പിക്കും, വയറ് കൊതിപ്പിക്കും, കാത് കൊതിപ്പിക്കും. ഈ അങ്ങനെയൊക്കെ ഉണ്ടോ പാസ്റ്ററെ? ഉണ്ടെന്നേ. വചനം എല്ലാം എടുത്തരാൻ സമയമില്ല എൻ്റെ മുമ്പിൽ. ഇതെല്ലാം നമ്മളെ കൊതിപ്പിക്കും. എൻ്റെ മേലുള്ള ശുശ്രൂഷയെയും എൻ്റെ മേലുള്ള ദൈവിക പദ്ധതിയെയും എൻ്റെ മേലുള്ള ദൈവിക ആലോചനകളെയും കീഴ്മേൽ മറിക്കുന്ന ഒരു കൊതി. ആമേ. കർത്താവിന്റെ ദാസൻ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ
വേസ്റ്റ് ബിന്നിൽ വലിച്ചെറിയേണ്ട പലതും എനിക്ക് ടേസ്റ്റായി മാറുമ്പോൾ ദൈവിക പദ്ധതിയെ ഞാൻ വിട്ടുകളയുകയാണ്. ഇന്നു രാത്രി എന്നെ കേൾക്കുന്നവൻ വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്. സ്തോത്രം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും ആമേ വിട്ടുകളയരുത് വചനം പറയുമ്പോൾ യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശത്തെ ഒരു ഊണിന് വേണ്ടി വിറ്റുകളഞ്ഞു. ഒരു കുടുംബത്തിലെ ഇസ്രായേലിലെ മൂത്ത മകനുള്ള അനുഗ്രഹത്തെ കുറിച്ച് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ഒരു വീട്ടിലെ മൂത്ത പുത്രന് കിട്ടേണ്ട അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ, അവനുള്ള പ്രിവിലേജ് വചനം പഠിപ്പിക്കുന്നു. ഒരു നേരത്തെ ശാപ്പാടിന് വേണ്ടി അവന്റെ പ്രിവിലേജ് മുഴുവൻ വലിച്ചെറിഞ്ഞു. പഴയ നിയമത്തിലെ ഒരു ഇസ്രായേലിയ കുടുംബത്തിലെ മൂത്ത പുത്രനുള്ള 5 പ്രിവിലേജ് ഉണ്ട്, 5 അവകാശമുണ്ട്. നൊടി നേരം കൊണ്ട് അവൻ വലിച്ചെറിഞ്ഞു. യാക്കോബ് ബുദ്ധിമാന. അവൻ പറഞ്ഞ അവകാശം എനിക്ക് തന്നാൽ ഞാൻ ആഹാരം തരാം. അപ്പൻ അനുഗ്രഹിച്ചപ്പോഴല്ല വാസ്തവത്തിൽ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്. അവകാശം യാക്കോബിൽ ചെന്ന് ചേർന്നപ്പോഴേ തത്വത്തിൽ അനുഗ്രഹത്തിന് ആര് ഓഹരിക്കാരനായി? യാക്കോബ് ഓഹരിക്കാരനായി. മനസ്സിലാകുന്നോ? വേട്ടയിറച്ചി തിന്നും മുൻപ്, ആടിന്റെ ഇറച്ചി തിന്നും മുൻപ് അവകാശം ഏശാവ് വിറ്റപ്പോഴേ തത്വത്തിൽ അനുജനായ യാക്കോബ് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചപ്പോൾ അനുഗ്രഹത്തിന് ഓഹരിക്കാരനായി മാറിക്കഴിഞ്ഞു. ജ്യേഷ്ഠാവകാശത്തിന്റെ വില യാക്കോബിനറിയാം, ഏശാവിന് അറിയത്തില്ലെങ്കിലും. ദൈവമക്കളോട് ശാന്തമായ എൻ്റെ ചോദ്യം, ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷ പ്രാപിച്ചവർ, ഇതിന്റെ പ്രിവിലേജ് അറിയാമോ? ഞാൻ ആരാധിക്കുന്നത് ഇങ്ങനെയൊക്കെ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബൈബിളൊക്കെ താത്തു വെച്ച് പാഴ്സനേജിനകത്ത്, ഫെയ്ത്ത് ഹോമിനകത്ത് തുള്ളിച്ചാടും. 2 കാലും പറിച്ച് മറിയും കിടന്ന്. ചിലപ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് കിടന്ന് ബഹളം വെച്ച് കളയും, അലറി വിളിച്ചു കളയും. വൈഫൊക്കെ ചിലപ്പോൾ ഓടി വരും, എന്നോ പറ്റി. രംഗം കാണുമ്പോൾ അറിയാം, കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശീലമായതുകൊണ്ട്, 14 വർഷമായുള്ള പരിചയമായതുകൊണ്ട് അറിയാം എന്തോ വചന വെളിപ്പാടിനകത്തോട്ട് കയറിയതാ, പെയ്യ അങ്ങ് പോകും. ശാന്തമായി കഴിയുമെന്ന് പറയും, എന്നോടൊന്ന് പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ കുറെ തുള്ളിച്ചാടി ആത്മാവിൽ അങ്ങോട്ട് അന്യഭാഷ മണിക്കൂറുകൾ നൃത്തം ചെയ്ത് ആരാധിച്ചു. സ്തോത്രം. എന്തോർത്താന്നറിയാം അങ്കിളുമാരെ? എന്തോർത്താന്നറിയാമോ? സ്തോത്രം. ക്യാൻസർ ബാധിച്ച ഈ ശരീരത്തിനുടമസ്ഥനായ എനിക്ക് ദൈവ പൈതൽ എന്ന നിലയിൽ തമ്പുരാൻ നൽകിയ പ്രിവിലേജ് അതങ്ങോട്ട് ഓർത്തപ്പം തുള്ളിച്ചാടാതിരിക്കാൻ പറ്റിയില്ല, അന്യഭാഷ പറയാതിരിക്കാൻ പറ്റിയില്ല, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് കേട്ടിട്ട് ആരാധിച്ചേ. ഒന്ന് ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശി, വാഗ്ദത്തത്തിൽ പങ്കാളി, രക്ഷയ്ക്ക് ഓഹരി, രാജകീയ പുരോഹിത വർഗം. ഞാനൊരു 33 കൂട്ടം കാര്യം എഴുതി. ഇനി തപ്പിപ്പിടിക്കണം പാസ്റ്ററെ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ബോൺ അഗെയിൻ പേഴ്സൺ എന്ന നിലയിൽ എനിക്കുള്ള 33 പ്രിവിലേജ്, 33 അവകാശം അവൻ ഒറ്റ നോട്ടത്തിൽ കുത്തിയിരുന്ന് അങ്ങോട്ട് എഴുതി. ഇതങ്ങോട്ട് ഓർത്തപ്പോ എൻ്റെ പൊന്നെ, ഇത് കളഞ്ഞിട്ടാണോ ഞാൻ മുമ്പേ പറഞ്ഞ കക്ഷിയുടെ പുറകെ പോകുന്നത്? ഇത് കളഞ്ഞിട്ടാണോ ഞാൻ മുമ്പേ പറഞ്ഞ ഏർപ്പാടിന് വേണ്ടി ഞാൻ പോകുന്നത്? ഇത് കളഞ്ഞിട്ടാണോ ഞാൻ മണ്ണിന്റെയും പെണ്ണിന്റെയും പൊന്നിന്റെയും പുറകെ പോകണ്ടേ? ഇതങ്ങോട്ട് ഓർത്തപ്പോ അംബാനി എവിടെ കിടക്കുന്നു, അദാനി എവിടെ കിടക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അവൾ പാർക്കുന്നത് ഒരു കൊച്ചു കൂരയ്ക്കകത്തായിരിക്കും. വീടിന്റെ വലിപ്പം 400 സ്ക്വയർ ഫീറ്റേ ഉണ്ടാവുകയുള്ളൂ. വലിയ മട്ടുപ്പാവൊന്നും ഉണ്ടാകുകയില്ല. ആരാധിക്കുന്നത് അത്ര വലിയ രസമില്ലാത്ത ആലയത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ കർത്താവിന് വചനം പറയുക, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന പ്രിവിലേജ് അത് ഓർക്കുമ്പോൾ എങ്ങനെ തുള്ളിച്ചാടാതിരിക്കോ, എങ്ങനെ കൈതട്ടാതിരിക്കോ, എങ്ങനെ അന്യഭാഷ പറയാതിരിക്കോ, എങ്ങനെ കർത്താവിനെ സാക്ഷിക്കാതിരിക്കോ, എങ്ങനെ ലഘുലേഖ കൊടുക്കാതിരിക്കോ, എങ്ങനെ പരസ്യമൊക്കെ നടത്താതിരിക്കും? ഈ വൃക്ഷങ്ങളെല്ലാം കൂടെ ഒരു ദിവസം ചെന്നിട്ട് സ്തോത്രം പറഞ്ഞു, മുള്ളിനോട് ഞങ്ങൾക്ക് രാജാവായി. മുള്ളെന്നെ പറഞ്ഞു,
കഥ വരയ്ക്കുക. അങ്ങനെയാണോ കഥ? അല്ലല്ലോ. ആ ഭാഗം ശരിക്കൊന്ന് വായിക്കണം. ഞാൻ തെറ്റ് പറഞ്ഞിട്ട് പോയാൽ ഞാൻ ആമേൻ പറയാതിരിക്കുക. അതെങ്ങനെ കഥ? ഒലിവിൻ്റെ അടുക്ക് ചെന്നു. ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഒലിവ് എന്നാ പറഞ്ഞത്? എൻ്റെ ഈ ഭംഗി ഇതൊക്കെ കളഞ്ഞിട്ട് ദൈവദത്തമായി എനിക്കുള്ള കഴിവും ഈ ഭംഗിയും ഈ ശ്രേഷ്ഠതയെല്ലാം കളഞ്ഞിട്ട് കണ്ട മുള്ളിൻ്റെ മേലും കണ്ട വൃക്ഷങ്ങളുടെ മേലും ഞാൻ ആടാൻ. ഒരു കഥയാ, പഴയ നിയമത്തിലാ, വായിച്ചോണം. സ്തോത്ര. അതിനൊക്കെ പിന്നിൽ ഓരോ സംഭവങ്ങളുണ്ട്. എൻ്റെ ഭംഗി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മേൽ ആടാൻ വരുമോന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ഓരോരുത്തർക്ക് ആടാൻ പോകാൻ. അതങ്ങോട്ട് അറിഞ്ഞ ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ഹൂ ആം ഐ, ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ആമ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഉള്ളിൽ കയറിയ ഏത് പിശാചാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ഏത് ദേശാധിപതിയാ, ഏത് അന്ധകാര മണ്ഡലങ്ങളാ, ഏത് ദുഷ്ടവ്യാപാരങ്ങളാ, ഏത് സാത്താനിക ശക്തികളാ, എൻ്റെ നിങ്ങളുടെ മുമ്പിൽ അതൊന്നും നിൽക്കത്തില്ല. വിറച്ചോടത്തേ ഉള്ളൂ. നാം അല്ല വിറച്ചോടുന്നത്, അത് നമ്മുടെ മുമ്പിൽ വിറച്ചോടും. ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രിവിലേജ്, ദൈവ പൈതലിന് ദൈവം കൊടുത്ത പ്രിവിലേജ്, അത് തിരിച്ചറിയുന്ന ദൈവജന ഈ രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. വിട്ട് കളയരുത്, മുറുകെ പിടിച്ചോണം അവകാശത്തെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം, സമയമായി. ഏശാവ് അവകാശത്തിന്റെ വില മനസ്സിലാക്കാതെ വിറ്റ് കളഞ്ഞു. പിന്നത്തതിൽ അനുദപിച്ച് കരഞ്ഞപ്പാ ഒന്നുമില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, തീർന്നു, എല്ലാം കഴിഞ്ഞു. ഒരു കാര്യം പറയാം, അവകാശം വിട്ട് കളഞ്ഞാൽ പിന്നൊന്നുകൂടെ ശേഷിക്കുന്നില്ല. ഞാനും നിങ്ങൾ കർത്താവിനെ നിഷേധിച്ചാൽ ഇനിയും എനിക്കും നിങ്ങൾക്ക് മുൻപിൽ ഒരു ക്രൂശ് മരണം ശേഷിക്കുന്നില്ല. രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസാ. ഒത്തിരി ചർച്ചകൾ ഉള്ളതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുമല്ല. ഈ ആര്യനാട് കർത്താവ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂടിവരവും കുറച്ച് ദൈവമക്കളെയൊക്കെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മിൽ ചിലതിൻ്റെ ലാസ്റ്റ് ചാൻസും ഗോൾഡൻ ചാൻസുമായത് എനിക്കും നിങ്ങൾക്കും ഇനി അവസരങ്ങൾ നഷ്ടപ്പെടുത്തുവാനില്ല. ഈ ലഭിക്കപ്പെട്ട അവസരത്തെ നാം പരമാവധി മുതലാക്കി നിത്യജീവങ്കിലേക്ക്, നിത്യരാജ്യത്വത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഉത്സാഹിക്കുന്നവരോ ബദ്ധശ്രദ്ധാലുക്കളുമായി കൊള്ളട്ടെ. അവകാശം തിന്നു മുടിക്കരുത്, അവകാശം വിറ്റ് മുടിക്കരുത്, അവകാശത്തെ കൊതിക്കു വേണ്ടി ഞാനും നിങ്ങൾ നശിപ്പിക്കരുത്. ദൈവമക്കൾ എന്നുള്ള പ്രിവിലേജ് ഒന്ന് ധ്യാനിച്ചിട്ട് ജനത്തെ ഒന്ന് പഠിപ്പിച്ചോണം. കത്തും സഭ ജനം, ആമേ, വിറകുകൊണ്ട് വിറകുകൾ തീക്കകത്ത് കത്തുന്നത് പോലെ ആത്മാവിൽ ജനം കത്തും. നമ്മുടെ അവകാശവും പദവിയും അറിഞ്ഞ് ഇപ്പോഴും നമ്മൾ മണ്ണാണ്, കൃമിയാണ്, പൊഴിയാണ്, അടിയാട്ടി, ഏഴയാളയോ എന്തൊക്കെയാണോ അതെല്ലാം കളയുന്നേ, അതൊക്കെയാണെന്നേ സമ്മതിക്കുന്നു. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട അടിയാട്ടിക്ക് ഏഴയ്ക്കൊക്കെ തമ്പുരാൻ തന്നിയ പ്രിവിലേജ് ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ എങ്ങനെ കർത്താവിൻ്റെ മുൻപാകെ ആനന്ദിക്കാതിരിക്കാൻ കഴിയും? ഒരൊറ്റ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സമയമായി കഴിഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ വീട്ടിൽ പോയി വായിച്ചോണം. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനടുക്കൽ നാബോത്ത് എന്ന മനുഷ്യനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇവൻ ചോദിച്ചു, ഇത് വിൽക്കുന്നോ? രാജാവിനോട് ഓഫർ കൊണ്ടുവരിക. ഓഫർ, ഒന്നുകിൽ വില തരാം, അല്ലെങ്കിൽ വേറൊരു മുന്തിരിത്തോട്ടം തരാം. നീ ചോദിക്കുന്ന എന്തും തരാം, പക്ഷെ നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക്. ഓഫർ വെക്കുന്ന ആരാ? രാജ്യത്തെ രാജാവ്. ഇത് മൊത്തം ഓഫറിന്റെ കാലമാ. ഇത് മൊത്തം ഓഫറിന്റെ കാലം. ഒന്നെടുത്താൽ ഹല്ലേലൂയ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ. ഓഫറിന്റെ കാലമാ. എൻ്റെ പൊന്നെ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ ആൾക്കാർ ഇടിച്ചു കയറുന്നു കാണുന്നു.
ഓഫർ നോക്കി നടക്കുക ആളുകൾ. അതൊക്കെ വിവരിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നിർത്തട്ടെ, സ്തോത്ര. രാജാവ് ഓഫർ വെച്ചു. പക്ഷേ നാബോത്ത് പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ പിതാക്കന്മാർ തന്ന അവകാശം ഞാൻ വിൽക്കത്തില്ല, ഞാൻ വിൽക്കത്തില്ല, ഞാൻ വിൽക്കത്തില്ല. സദൃശവാക്യം 23:23 കാണാതറിയാമോ? നീയോ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. നീയോ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ലോഗോസ് ചർച്ച് ആരിനാടുള്ള ദൈവജനമേ, സാക്ഷാൽ സത്യമാകുന്ന ക്രിസ്തുവിനെ വിറ്റ് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തിൽ, ക്രിസ്തുവിനെ വിറ്റ് ആദായ സൂത്രമാക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ ഈ ദൈവസഭ ഈ പേര് വിട്ടിരിക്കുന്ന പേര് പോലെ വ്യത്യസ്തമായി നിന്ന്, വചനത്തിന് വേണ്ടി നിന്ന്, കർത്താവിന് വേണ്ടി നിന്ന്, സ്വഭാവം കൊണ്ട്, ജീവിതം കൊണ്ട്, സഭയുടെ പ്രവർത്തനം കൊണ്ട് ക്രിസ്തുവിലേക്ക് അനേകരെ ആദായപ്പെടുത്തുക. ക്രിസ്തുവിനെ വിൽക്കാതെ ക്രിസ്തുവിനെ വാങ്ങുന്ന ഞാൻ അവസാനിപ്പിക്കട്ടെ. കൈയൊക്കെ അടിച്ച് തുള്ളിച്ചാടി ആരാധിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ അവസാനിപ്പിക്കട്ടെ. ശ്രദ്ധിച്ച പ്രിയരെ, ആമേൻ. നാബോത്ത് പറയുക, എൻ്റെ അവകാശം ഞാൻ വിൽക്കത്തില്ല, എൻ്റെ അവകാശം ഞാൻ വിൽക്കത്തില്ല, എൻ്റെ അവകാശം വിൽക്കത്തില്ല. എൻ്റെ ഒരു ചോദ്യം, അവകാശം വിറ്റ് കളഞ്ഞ് സുഖമായി ജീവിക്കുന്നതാണോ നല്ലത്? അവകാശത്തെ മുറുകെ പിടിച്ച് ചാകുന്നതാണോ നല്ലത്? അവകാശം വിറ്റ് കളഞ്ഞ് സുഖമായി ജീവിക്കുന്നതാണോ നല്ലത്? അടിച്ചു പൊളിച്ച്, പിള്ളേരുടെ ഭാഷ, അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണോ നല്ലത്? അവകാശം മുറുകെ പിടിച്ച് ചാവുന്നതാണോ നല്ലത്? കറക്റ്റാണ്. അവകാശം മുറുകെ പിടിച്ച്, കർത്താവിന്റെ വചനം പറയുന്നു, കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കൽ തന്നെ, കാമുകനായിരിക്കുന്നവൻ ഓപ്പോസിറ്റ് ജീവിച്ചിരിക്കൽ തന്നെ. ഈ വാക്കുകളൊക്കെ കയറി വരുന്നത് എന്താണെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, എവിടെയൊക്കെയോ പാസ്റ്റർക്ക് അറിയാത്ത, വീട്ടുകാർക്ക് അറിയാത്ത, മറ്റുള്ളവർക്ക് അറിയാത്ത ചില കുരുപ്പുകൾ ഇതിനകത്തുണ്ട്. പ്രവചിക്കാൻ ഇറങ്ങിയാൽ മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്കാ കൊണ്ടുപോകുന്നു പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ചിലപ്പോഴൊക്കെ ചിലതൊക്കെ പൊന്തി വന്നിരിക്കും. അതുകൊണ്ട് വിസ്താര ഭയത്താൽ പ്രഥമ വരവുമാകയാൽ ഇവിടെ ഇങ്ങനെ നിർത്തുകയാണ്. പക്ഷേ ഇതിനകത്ത് ചത്തത്, ജീവൻ അഭിനയിക്കുന്നത് ചിലതുണ്ട്. എടുത്ത് കളയണം ജീവിതത്തിൽ നിന്ന്, വലിച്ചു മാറ്റിക്കളയണം ജീവിതത്തിൽ നിന്ന്. അവകാശത്തെ മുറുകെ പിടിച്ച് ചാകുന്ന നാബോത്തുമാർ. ശ്രദ്ധിച്ച പ്രിയരെ, അവൻ പറയുക, എന്റെ അവകാശം ഞാൻ വിൽക്കത്തില്ല. അവകാശത്തെ പിടിച്ച് മരിക്കുന്ന ഒരു നാബോത്ത് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവകാശം വിറ്റുകളഞ്ഞ ഏശാവിന്റെ കൂട്ടത്തിൽ, ഏശാവിന്റെ കൂട്ടക്കാർക്കിടയിൽ ഇതാ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, എന്റെ അവകാശം ഞാൻ വിൽക്കത്തില്ലെന്ന് പറയുന്നവൻ. ആര്യനാട് ലോഗോസ് ചർച്ചിലുള്ളവർ അങ്ങനെയുള്ളവരായിരിക്കണം. അവസാനത്തോളം മുറുകെ പിടിക്കണം. അവകാശം, പ്രിവിലേജ് അവസാനത്തോളം, മരണം വരെ, കർത്താവിന്റെ വരവരെ മുറുകെ പിടിക്കണം. വിട്ടുകളയരുത്, വിട്ടുകളയരുത്. ആ ഭാഗമൊക്കെ എനിക്ക് ശരിക്കും വിശദീകരിക്കണമെന്ന് ആഗ്രഹമുള്ളതാ. പക്ഷെ വിസ്താര ഭയത്താൽ സമയപരിമിതിയിൽ ഇങ്ങനെ നിർത്തുകയാണ്. നാബോത്ത് വിറ്റില്ല, പക്ഷെ തന്റെ അവകാശത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നു. ഒരുവൻ ജീവൻ കൊടുത്തപ്പോൾ രക്തപ്രതികാരകനായി